എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് വലിയൊരു സ്വാഗതം. ഞാനിപ്പോൾ ഉള്ളത് കൊച്ചിയിലുള്ള ലേമറിഡിയിലാണ്. അവിടെ ഒരു ഫാഷൻ ഷോ നടക്കുന്നുണ്ട്, ഗ്ലാം മിസ് ആൻഡ് മിസ്സസ് 2024. അപ്പോൾ ഈ ഒരു ഷോയിൽ മേക്കപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ എനിക്ക് 3 ലേഡീസിനെയാണ് കിട്ടിയിട്ടുള്ളത്. 2 ശ്രീലങ്കൻ ലേഡിയും 1 ബ്രസീലിയൻ ലേഡിയും. മേക്കപ്പിന് വേണ്ടിയിട്ട് 7 മേക്കപ്പ് ആർട്ടിസ്റ്റുകളാണ് ഉണ്ടായിരുന്നത്. ഹെയർ സ്റ്റൈലിസ്റ്റായിട്ട് വേറെ ആൾക്കാരുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ സലൂണിൽ നിന്നാണ് പോയിട്ടുള്ളത്. കൽപ്പന സലൂണിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ പോയിട്ടുള്ളത്. അപ്പോൾ ഇത് ശ്രീലങ്കൻ ലേഡിയാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ മേക്കപ്പ് ഞാനായിരുന്നു. ഒരുപാട് എല്ലാവർക്കും ഇഷ്ടമായി, എനിക്ക് ഒരുപാട് ഇഷ്ടമായി. അവർ പറഞ്ഞ ആ ഒരു രീതിയിൽ തന്നെ നമുക്ക് മേക്കപ്പ് ചെയ്യാൻ പറ്റി. അപ്പോൾ ഇത് ബ്രസീലിൽ നിന്നുള്ള കുട്ടിയാണ്. ഇതിൻ്റെ മേക്കപ്പും ഞാനാണ് ചെയ്തിട്ടുള്ളത്. അപ്പം ഇതും നമുക്ക് ഒരുപാട് ഇഷ്ടമായിട്ടുണ്ട്. അപ്പം നമ്മൾ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ ജസ്റ്റ് ചെറിയൊരു വീഡിയോ എടുത്താണ് കേട്ടോ. അപ്പം നമ്മുടെ ഫാമിലിയിലുള്ളവരെ കാണിക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു കുഞ്ഞു വീഡിയോ എടുത്തിട്ടുള്ളതാണ്. അപ്പം സ്റ്റേജിൽ നിന്നുള്ള വീഡിയോ നമ്മൾ കുറേയൊക്കെ എടുത്തിട്ടുണ്ട്, പക്ഷെ നമുക്ക് പോസ്റ്റ് ചെയ്യാനായിട്ട് അലൗഡ് അല്ല. അതൊക്കെ അവർക്ക് മാത്രമേ പോസ്റ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇത് മേക്കപ്പ് ചെയ്യുന്നതിൻ്റെ അടുത്തുള്ള വീഡിയോ ആയതുകൊണ്ട് ഞാൻ പോസ്റ്റ് ചെയ്തു. ഇതും ഒരു ശ്രീലങ്കൻ ലേഡിയാണ്. ഇതിനെ മേക്കപ്പ് ചെയ്തിട്ടുള്ളത് ഞാനാണ്. അപ്പോൾ ഈ 3 പേരാണ് ഞാൻ മേക്കപ്പ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ഷോയിൽ ഇവർക്ക് 3 കോസ്റ്റ്യൂമാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ഇടയ്ക്ക് നമ്മളൊന്ന് ടച്ചപ്പ് ചെയ്ത് കൊടുക്കണം, കോസ്റ്റ്യൂം ചേഞ്ച് വരുമ്പോഴത്തേക്കും. അപ്പോൾ കുറച്ച് സുന്ദരിമാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്, കുറച്ച് പേരൊക്കെ റെഡി ആയിട്ട് വരുന്നതേ ഉള്ളൂ. ശ്രീലങ്ക, സൗത്ത് ആഫ്രിക്ക, കാനഡ, ബ്രസീൽ, അങ്ങനെ എല്ലാ രാജ്യത്തെ മോഡലുകൾ ഉണ്ടായിരുന്നു ഈ ഒരു ഷോയിൽ പങ്കെടുക്കാനായിട്ട്. അവരുടെ ആ ഒരു ഫസ്റ്റത്തെ കോസ്റ്റ്യൂം അവരുടെ സ്ഥലത്തെ അവരുടെ രാജ്യത്തിൻ്റെ ആ ഒരു രീതിയിലുള്ള ഒരു കോസ്റ്റ്യൂമാണ് അവർ ആദ്യത്തെ ഇതിൽ. അത് കഴിഞ്ഞിട്ട് പിന്നെയാണ് ചേഞ്ച് ചെയ്യുന്നുണ്ട്. അപ്പം ഇന്ത്യയിൽ നിന്നും ഒരാളുണ്ടായിരുന്നു. അങ്ങനെ എല്ലാ രാജ്യത്തെയും ഓരോരുത്തർ വെച്ച് ഉണ്ടായിരുന്നു. കുറേ പേരൊക്കെ അവിടെ എവിടെയൊക്കെ നിന്ന് റെഡി ആവുന്നതേ ഉള്ളൂ. ഇത് കുറച്ച് പേര് ജസ്റ്റ് നമുക്കൊന്ന് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് നിന്നിട്ടുള്ളതാണ്. അപ്പോൾ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. പിന്നെ എല്ലാ മോഡൽസും നമ്മളോട് നല്ല ഫ്രണ്ട്ലി ആയിരുന്നു. അതുകൊണ്ട് തന്നെ മേക്കപ്പ് ഒക്കെ ചെയ്യാനായിട്ട് വളരെ ഈസി ആയിരുന്നു. അപ്പോൾ ഇവരിതേ എല്ലാവരും റെഡി ആയിട്ട് പോവുകയാണ്, സ്റ്റേജിലേക്ക് പോവുകയാണ്. അപ്പം നമുക്ക് അവിടെ ചെന്നൊന്നും നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് ചെറിയൊരു വീഡിയോ ഞാൻ എടുത്തിട്ടുള്ളതാണ്. അപ്പോൾ എല്ലാ സുന്ദരിമാരും സ്റ്റേജിലേക്ക് പോവുകയാണ്. അപ്പോൾ ഫസ്റ്റ് ഇതായതുകൊണ്ട് ഞാൻ കുറച്ച് വീഡിയോസ് എടുത്തതാണ്. അപ്പോൾ ഇനിയിപ്പം സെക്കൻഡ് കോസ്റ്റ്യൂമും തേർഡ് കോസ്റ്റ്യൂമിനും ഒന്നും നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല, കാരണം ടൈം ഉണ്ടാവില്ല. ഇവർ വരുമ്പോൾ വേഗം നമ്മൾ ചേഞ്ച് ചെയ്ത് ഇവർക്ക് ടച്ചപ്പ് ചെയ്ത് പെട്ടെന്ന് നമ്മൾ ഇവരെ സ്റ്റേജിലേക്ക് വിടണം. വെറും 5-10 മിനിറ്റ് ഉണ്ടാവത്തുള്ളൂ. അപ്പോൾ അതൊന്നും നമ്മൾ എടുത്തിട്ടില്ല. ആ ഒരു ഫസ്റ്റ് കുറച്ച് സമയം ഉണ്ടായിരുന്നു. നമ്മൾ ആദ്യം മേക്കപ്പ് ചെയ്തിട്ട് കുറച്ച് ടൈം ഉള്ളതുകൊണ്ട് ഞാൻ കുറച്ച് വീഡിയോസ് എടുത്തതാണ്. അപ്പോൾ നമ്മുടെ സുന്ദരിമാർ ഒരുപാട് പ്രതീക്ഷയോടെ സ്റ്റേജിലേക്ക് പോവുകയാണ്. എല്ലാവർക്കും ഒരുപാട് ആശംസകൾ. എല്ലാവർക്കും സമ്മാനം കിട്ടട്ടെ. എല്ലാവരും മിസ്സും മിസ്സസും ഒക്കെ ആവട്ടെ. അപ്പോൾ നമ്മുടെ വർക്കൊക്കെ കഴിഞ്ഞു, ഞങ്ങൾ തിരിച്ചു പോവുകയാണ്. അപ്പോൾ വർക്കൊക്കെ കഴിഞ്ഞ് ഇറങ്ങിയപ്പോഴത്തേക്ക് രാത്രി 10 മണിയായിട്ടുണ്ട്. ഇതാണ് ബാക്കി കൂടെ ഉണ്ടായിരുന്ന മേക്കപ്പ് ആർട്ടിസ്റ്റുകൾ. അപ്പോൾ ഇന്നത്തെ നമ്മളുടെ ഈ ഒരു കുഞ്ഞു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമൻ്റായിട്ട് പറഞ്ഞു കേട്ടോ. നിങ്ങളുടെ സപ്പോർട്ടും കൂടി നമ്മുടെ വീഡിയോസിനുണ്ടാവണം. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും കൂടി മറക്കരുത്. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടാറ്റാ.